ഇഡലിക്കോ ദോശയ്ക്കോ മാവ് അരച്ച് വെച്ചിട്ടുണ്ടോ? എന്നാൽ പിന്നെ ഇതും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിരിക്കും. കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് വഴന്ന് വരുമ്പം എരിവിനായിട്ട് ഒരു വലിയ പിരിയൻ മുളക് കഷ്ണം മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് വഴന്ന് വരുമ്പോൾ വലിയ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി കളറിനായിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയ ശേഷം ഫ്ലെയിം ഓഫാക്കി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം മിക്സിയിൽ ഈ ഒരു കട്ടിക്ക് വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളി തക്കാളി ചട്നി ഇവിടെ തയ്യാറായി കേട്ടോ.